എല്ലാവർക്കും സൈറ ലേണിംഗ്സിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ പീപ്പിൾ ഡെവലപ്മെന്റ് ആൻഡ് എൻവയോൺമെന്റ് എന്ന യൂണിറ്റിലെ നാഷണൽ ആക്ഷൻ പ്ലാൻ ഫോർ ക്ലൈമറ്റ് ചേഞ്ച് എന്നൊരു ഏരിയ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കറിയാം, ക്ലൈമറ്റ് ചേഞ്ച് റിലേറ്റഡ് ആയി ധാരാളം എഫേർട്ടുകൾ അല്ലെങ്കിൽ മൂവ്മെന്റുകൾ വേൾഡ് വൈഡായി തന്നെ നടക്കുന്നുണ്ട്. ഒരുപാട് കൺവെൻഷൻസും മറ്റും ഈ ഒരു ടോപ്പിക് റിലേറ്റഡ് ആയി നടക്കാറുണ്ട്. ഇതിന്റെ കീഴിൽ വന്നിട്ടുള്ള വൺ ഓഫ് ദി മെയിൻ ഇന്ത്യൻ എഫേർട്ട് ആണ് നാഷണൽ ആക്ഷൻ പ്ലാൻ ഫോർ ക്ലൈമറ്റ് ചേഞ്ച് എന്നുള്ളത്. ഇവയെ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് വിശദമായി അറിയാം. അടുത്തിടെ വന്നിട്ടുള്ള നെറ്റ് പരീക്ഷയിൽ ഈ ഒരു ഏരിയയിൽ നിന്ന് ആവർത്തിച്ച് ചോദ്യങ്ങൾ ചോദിച്ച് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കേണ്ട ഒരു വിഷയ മേഖലയാണ് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നമ്മൾ ക്ലാസ്സിലേക്ക് കടക്കുകയാണ്. NAPCC അഥവാ നാഷണൽ ആക്ഷൻ പ്ലാൻ ഫോർ ക്ലൈമറ്റ് ചേഞ്ച്. ഇറ്റ് ഈസ് എ ഗവൺമെന്റ് ഓഫ് ഇന്ത്യസ് പ്രോഗ്രാം ലോഞ്ച്ഡ് ഇൻ 2008. 2008 ജൂൺ 30 മുതൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ കീഴിൽ ആരംഭിച്ചിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് നാഷണൽ ആക്ഷൻ പ്ലാൻ ഫോർ ക്ലൈമറ്റ് ചേഞ്ച് എന്നുള്ളത്. ക്ലൈമറ്റ് ചേഞ്ചിന്റെ ഇമ്പാക്റ്റുകൾ പരമാവധി കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ആക്ഷൻ പ്ലാൻ ആണ് NAPCC എന്ന് പറയുന്നത്. ഇതിനെ മോണിറ്റർ ചെയ്യുന്നത് പ്രൈം മിനിസ്റ്റേഴ്സ് കൗൺസിൽ ഓൺ ക്ലൈമറ്റ് ചേഞ്ച് ആണ്. പ്രൈം മിനിസ്റ്റേഴ്സ് കൗൺസിൽ ഓൺ ക്ലൈമറ്റ് ചേഞ്ച് ആണ് NAPCC-നെ മോണിറ്റർ ചെയ്യുന്നത് എന്ന് ഓർക്കുക. 8 സബ്മിഷൻ വഴിയാണ് NAPCC-യുടെ പ്ലാനുകളെ നടപ്പിലാക്കുന്നത്. Those 8 missions are: 1. National Solar Mission, National Mission for Enhanced Energy Efficiency, National Mission on Sustainable Habitat, National Water Mission, National Mission for Sustaining Himalayan Ecosystem, Green India Mission, National Mission for Sustainable Agriculture, National Mission on Strategic Knowledge ഫോർ ക്ലൈമറ്റ് ചേഞ്ച് എന്നിവയാണ് NAPCC-ക്ക് കീഴിൽ വരുന്ന 8 സബ്മിഷൻസ്. ഇവയുടെ എല്ലാം മെയിൻ ഒബ്ജക്റ്റീവ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോക്കസ് ഓൺ റെഡ്യൂസിങ് എമിഷൻ ഇന്റൻസിറ്റി ഓഫ് ഇറ്റ്സ് എക്കണോമി. ഫോക്കസ് ഓൺ റെഡ്യൂസിങ് എമിഷൻ ഇന്റൻസിറ്റി ഓഫ് ഇറ്റ്സ് എക്കണോമി. മെയിനായി നമ്മളുടെ ഡെവലപ്മെന്റുമായി റിലേറ്റഡ് ആയി ഇന്ത്യ ഗവൺമെന്റിന്റെ ഡെവലപ്മെന്റ് പോളിസികളിൽ മെയിൻ ആണ് നാച്ചുറലി ഒക്കറിങ് ആയിട്ടുള്ള റിസോഴ്സുകളെ പരമാവധി യൂസ് ചെയ്യുകയും അവയുടെ പരിധി കൂട്ടുകയും ലിമിറ്റേഷൻ കൂട്ടുകയും അതുവഴി എക്സ്പ്ലോയിറ്റേഷൻ കുറച്ച് നമ്മൾ ഒരു ഡെവലപ്പിംഗ് സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതുമാണ് ഇന്ത്യയുടെ മെയിൻ ആയിട്ടുള്ള ഡെവലപ്മെന്റ് പോളിസി എന്ന് പറയുന്നത്. അതിനെ സഹായിക്കുന്ന തരത്തിലാണ് NAPCC രൂപം കൊടുത്തിട്ടുള്ളത്. NAPCC-യുടെ കറസ്പോണ്ടന്റ് ആയിട്ടുള്ള സ്റ്റാറ്റസ് എന്ന് പറയുന്നത് ഇപ്പോഴും ആക്ടിവേറ്റ് ആയിട്ടുള്ള ഒരു നാഷണൽ പോളിസിയാണ്. ഇതിന്റെ കീഴിൽ വരുന്ന 8 സബ്മിഷൻസും ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് അറിയണം. ഏതൊക്കെയാണ് എന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് നാഷണൽ സോളാർ മിഷൻ. നാഷണൽ സോളാർ മിഷന്റെ ഒഫീഷ്യൽ നെയിം എന്ന് പറയുന്നത് ജവഹർലാൽ നെഹ്റു നാഷണൽ സോളാർ മിഷൻ എന്നാണ്. ജവഹർലാൽ നെഹ്റു നാഷണൽ സോളാർ മിഷൻ എന്നാണ് നാഷണൽ സോളാർ മിഷന്റെ ഒഫീഷ്യൽ നെയിം എന്നുള്ളത്. 2010-ലാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. എന്തായിരുന്നു ഈ മിഷന്റെ ഒരു ഒബ്ജക്റ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദിസ് മിഷൻ ഈസ് ലോഞ്ച്ഡ് വിത്ത് എ ടാർഗറ്റ് ഓഫ് പ്രൊഡ്യൂസിങ് 20,000 megawatts of solar power in 3 phases. 3 ഫേസസുകളായി 20,000 മെഗാവാട്ട് സോളാർ പവർ ഉൽപ്പാദിപ്പിക്കുക എന്നുള്ളതായിരുന്നു നാഷണൽ സോളാർ മിഷന്റെ മെയിൻ ആയിട്ടുള്ള എയിം. നാഷണൽ സോളാർ മിഷൻ എന്നുള്ളതിന്റെ മെയിൻ എയിം എന്ന് പറയുന്നത് സോളാർ പവർ ജനറേഷൻ മാക്സിമം ഉയർത്തുക, ഇന്ത്യ അതിൽ ലീഡ് ചെയ്യുന്ന ഒരു കൺട്രി ആയി ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതായിരുന്നു. ഇതിന് 3 ഫേസസുകളാണ് പറഞ്ഞിട്ടുള്ളത്. 2010 to 2013, 2013 to 2017, 2017 to 2020
2022 എന്നിങ്ങനെയായിരുന്നു 3 phases. 2015 ബഡ്ജറ്റ് പ്രസംഗത്തിൽ ഇതിന്റെ ഒരു ടാർഗറ്റ് എന്ന് പറയുന്നത് 1 lakh മെഗാവാട്ട്സ് ആക്കി. അത് 2022 കൂടി ഈ 1 വാട്ട് മെഗാവാട്ട് സോളാർ പവർ ഉൽപ്പാദിപ്പിക്കണം, അതാണ് ടാർഗറ്റ് ആക്കി മാറ്റിയിട്ടുണ്ടായിരുന്നു. ഇത് പ്രൈം മിനിസ്റ്റർ ആയിരുന്നു അനൗൺസ് ചെയ്തിട്ടുള്ളത്. റിന്യൂവബിൾ എനർജി ഹാൻഡിൽ ചെയ്യുന്ന മിനിസ്ട്രി ഇതിന്റെ ഒരു 40 ഗിഗാവാട്ട് സോളാർ പവർ, അത് റൂഫ് ടോപ്പ് സോളാർ പവർ പ്രോജക്റ്റ് എന്ന് പറയുന്ന പ്രോജക്റ്റിൽ കൂടി 40 ഗിഗാവാട്ട് പവർ ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും എന്നുള്ള സബ് പ്രോജക്റ്റുകളൊക്കെ ഇതിന്റെ കീഴിൽ ഓൺഗോയിങ് ആയിക്കൊണ്ട് ഇരിക്കുന്നുണ്ട്. UNFCCയുടെ കൂടി അണ്ടറിൽ ഇതിന്റെ പദ്ധതികൾ വരുന്നുണ്ട്. ഗ്രീൻ ക്ലൈമറ്റ് ഫണ്ടും മറ്റു കാര്യങ്ങളും ഒക്കെ കിട്ടിയിട്ടുള്ള നാഷണൽ സോളാർ മിഷൻ പദ്ധതി കൂടിയാണ് ഇത് എന്ന് ഓർക്കുക. ഇനി ഇവിടെ പറയുന്ന 2 ടേമുകൾ നമുക്കറിയണം. കുസും എന്നുള്ളത് കിസാൻ ഊർജ സുരക്ഷ ഏവം ഉത്ഥാൻ മഹാ അഭിയാൻ എന്നുള്ളതാണ് 2019 ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരു സ്കീമാണ്. നേരത്തെ പറഞ്ഞ നാഷണൽ സോളാർ മിഷന്റെ ഒബ്ജക്റ്റീവുകൾ ഫുൾഫിൽ ചെയ്യുന്നതിനു വേണ്ടി രൂപം കൊടുത്തിട്ടുള്ള മെയിൻ ആയിട്ടുള്ള സ്കീമാണ്. 2019 ക്യാബിനറ്റ് മന്ത്രാലയം, അതായത് ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ എക്കണോമിക് അഫയേഴ്സ് ആണ് ഈ ഒരു സ്കീം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ദിസ് പ്രോഗ്രാം എയിംസ് ഫോർ ഇൻസ്റ്റാളേഷൻ ഓഫ് ഓഫ് ഗ്രിഡ് solar pumps in rural areas and reducing dependence on grid in grid connected area. അതായത് സോളാർ പവർ മാക്സിമം ജനറേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള, അത് റൂറൽ ഏരിയകളിലും മറ്റും സോളാർ പവറുകൾ ജനറേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്യുക എന്നുള്ളതായിരുന്നു കുസും കിസാൻ ഊർജ സുരക്ഷ ഏവം ഉത്ഥാൻ മഹാഭിയാനിന്റെ പ്രൈമറി എയിം ആയിട്ടുള്ളത്. നെക്സ്റ്റ്, ഈ ഒരു ടേമിനോട് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ട, ഓർത്തു വെക്കേണ്ട ഒന്നാണ് ഇന്റർനാഷണൽ സോളാർ അലയൻസ് എന്നുള്ളത്. ഇന്റർനാഷണലി സോളാർ എനർജി കൺസംഷനും സോളാർ എനർജി പ്രൊഡക്ഷനും ഇൻക്രീസ് ചെയ്യുന്നതിന് വേണ്ടി ഇന്ത്യ ഗവൺമെന്റിന്റെ ലീഡർഷിപ്പോട് കൂടി ആരംഭിച്ചിട്ടുള്ള ഒരു പ്ലാൻ ആണ്, ഒരു പ്രോജക്റ്റ് ആണ് ഇന്റർനാഷണൽ സോളാർ അലയൻസ് എന്നുള്ളത്. ഇന്റർനാഷണൽ സോളാർ അലയൻസിൽ സൂര്യപുത്ര, സൺ ഓഫ് സൺസ് എന്ന് പറയുന്ന രാജ്യങ്ങൾ, അതായത് ഇക്വേറ്ററിനോട് നിയറസ്റ്റ് ആയിട്ടുള്ള റീജിയനിലെ രാജ്യങ്ങൾ എല്ലാവരും കൂടി ചേർന്ന് മാക്സിമം സോളാർ പ്രൊഡക്ഷൻ ഉൽപ്പാദിപ്പിക്കണം എന്നുള്ള ഒരു നീക്കവുമായി മുന്നോട്ട് വന്നതാണ് ഇന്റർനാഷണൽ സോളാർ അലയൻസ് 2015 എന്നുള്ളത്. ഇത് നാഷണൽ സോളാർ മിഷൻ, നമ്മൾ നാഷണൽ ലെവലിലും അതിന്റെ പ്രോഗ്രാമുകൾ നടത്തുന്നുണ്ട്, ഇന്റർനാഷണൽ ലെവലിലും. ഇന്റർനാഷണൽ സോളാർ അലയൻസിന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് ഗുവാഹത്തിയിലാണ് എന്ന് കൂടി ഓർത്തു വെക്കുക. അപ്പോൾ വൺ ഓഫ് ദി ക്ലൈമറ്റ് ചേഞ്ച് റിലേറ്റഡ് ആയിട്ടുള്ള മെയിൻ ആയിട്ടുള്ള ഇന്ത്യൻ എഫേർട്ടിൽ വളരെ പ്രധാനപ്പെട്ടതാണ് നാഷണൽ സോളാർ മിഷൻ എന്ന് ഓർക്കുക. അതിനൊപ്പം തന്നെ ഇന്റർനാഷണൽ സോളാർ അലയൻസും ഓർത്തു വെക്കുക. നെക്സ്റ്റ് ടോപ്പിക് ഈസ് നാഷണൽ മിഷൻ ഫോർ എൻഹാൻസ്ഡ് എനർജി എഫിഷ്യൻസി, NMEE എന്ന് പറയും. The National Mission for Enhanced Energy Efficiency was developed from the Energy Conservation Act of 2001. The mission document, which was approved in 2010, established the immense energy efficiency potential of India. 2001 എനർജി കൺസർവേഷൻ ആക്ട് അനുസരിച്ചാണ് നാഷണൽ മിഷൻ ഫോർ എൻഹാൻസ്ഡ് എനർജി എഫിഷ്യൻസി രൂപം കൊള്ളുന്നത്. ഇതനുസരിച്ച് 2010 മുതലാണ് ഈ ഒരു പദ്ധതി ആക്ട് ആയി എനേബിൾ ചെയ്യുന്നത് ഉള്ളത്. India has 5th lowest energy efficiency in the world and has poor ratio of GDP to energy consumption. അപ്പം ഇന്ത്യ ലോകത്തെമ്പാടുമുള്ള 5ാം സ്ഥാനത്ത്, എനർജി കൺസപ്ഷന്റെ സ്ഥാനത്ത്, ലോവസ്റ്റ് എനർജി എഫിഷ്യൻസി ഇൻ ദി വേൾഡ് കൺട്രിയിലെ 5ാം സ്ഥാനത്താണ് നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ NMEE അഡ്രസ്സസ് സസ്റ്റൈനബിൾ എക്കണോമിക് ഗ്രോത്ത് ആൻഡ് റിഡക്ഷൻ ഇൻ എനർജി ആൻഡ് കാർബൺ ഇന്റൻസിറ്റി. അതായത് എനർജി
എഫിഷ്യൻസി അല്ലെങ്കിൽ എനർജി കൺസപ്ഷന് ഒരു റിഡക്ഷൻ സംഭവിക്കുക, അതുവഴി ഒരു എക്കണോമിക് സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു എക്കണോമിക് ഗ്രോത്ത് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് നാഷണൽ മിഷൻ ഫോർ എൻഹാൻസ്ഡ് എനർജി എഫിഷ്യൻസിയുടെ എയിം എന്ന് പറയുന്നത്. ഇതിന് 4 കമ്പണൻസ് ആണുള്ളത്. ഫസ്റ്റ് വൺ ഈസ് പെർഫോം, അച്ചീവ് ആൻഡ് ട്രേഡ്. സെക്കൻഡ് വൺ ഈസ് എനർജി എഫിഷ്യൻസി ഫിനാൻസിങ് പ്ലാറ്റ്ഫോംസ്. Then third one is market transformation for energy efficiency, MTEE. Next one is framework for energy efficiency economic development എന്നുള്ളതാണ്. The perform, achieve and trade component assigns targets to energy intensive industries and also allows energy saving certificate. അതായത് ഈ പെർഫോം, അച്ചീവ്, ട്രേഡ് എന്നുള്ള കമ്പോണന്റ് എന്താണ്, അതിന്റെ വർക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനർജി ഇന്റൻസീവ് ഇൻഡസ്ട്രീസിനെ ടാർഗറ്റ് ചെയ്യുകയും എനർജി സേവിംഗ് സർട്ടിഫിക്കറ്റുകൾ കൊടുക്കുകയും ചെയ്യുന്നതാണ് പാറ്റ് എന്ന് പറയുന്ന പെർഫോം, അച്ചീവ് ആൻഡ് ട്രേഡ് എന്നുള്ളത്. These certificates are tradable amongst the candidates who have either breached their target or remained unsuccessful in achieving them. 2021 പാറ്റിന് റിലേറ്റഡ് ആയിട്ടുള്ള ഐഡിയകളുടെ മാറുകയും ഇതനുസരിച്ച് ഇന്ത്യസ് കാർബൺ ഫുട് പ്രിന്റ് രൂപം കൊള്ളുകയും ചെയ്യുന്നുണ്ട്. ഇത് ഓർത്തുവെക്കാം. ദെൻ രണ്ടാമത്തെ കമ്പോണൻസ് എന്ന് പറയുന്നത് എനർജി എഫിഷ്യൻസി ഫിനാൻസിങ് പ്ലാറ്റ്ഫോം ആണ്. The energy efficiency financing platform encourages ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷനെയും മറ്റും സപ്പോർട്ട് ചെയ്യുന്ന, അതായത് എനർജി എഫിഷ്യൻസി ഇനിഷ്യേറ്റീവ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോജക്റ്റുകൾക്കും മറ്റും ഫണ്ടിങ് കൊടുക്കുക എന്നുള്ളതാണ് എനർജി എഫിഷ്യൻസി ഫിനാൻഷ്യൽ പ്ലാറ്റ്ഫോംസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. തേർഡ് വൺ ഈസ് മാർക്കറ്റ് ട്രാൻസ്ഫോർമേഷൻ ഫോർ എനർജി എഫിഷ്യൻസി എന്നുള്ളതാണ്, MTEE എന്ന് പറയും. ഇത് 2009 ഒരു ക്യാമ്പയിൻ നടന്നിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ് ഇതിനെ മാർക്കറ്റ് ചെയ്യുക, അതായത് ലോ എനർജി എഫിഷ്യൻസി കമ്പണൻസിനെ മാർക്കറ്റിംഗ് റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. 2009 നടന്നിട്ടുള്ള ക്യാമ്പയിൻ ബച്ചത് ലാം യോജനയായിരുന്നു. ബച്ചത് ലാം യോജന ഇതനുസരിച്ച് റിപ്ലേസ് ഇൻകാൻഡസെന്റ് ലൈറ്റ് ബൾബ്സ് വിത്ത് CFL ബൾബ്സ്. നമുക്ക് അറിയുന്ന ഒരു കാര്യമാണ് അല്ലെ, പഴയ ലൈറ്റ് CFL ബൾബായിട്ട് റിപ്ലേസ് ചെയ്യുന്ന ഒരു ക്യാമ്പയിൻ ആയിരുന്നു. CFL bulbs were distributed at reduced prices and the government was able to recover the cost through sale and certified emission reduction certificate എന്നുള്ളതാണ്. അപ്പം നമ്മളുടെയൊക്കെ വീട്ടിലെ ഇൻകാൻഡസെന്റ് ലാമ്പുകൾ മാറി CFL ലാമ്പ് വന്നിട്ടുള്ള ഒരു പദ്ധതിയായിരുന്നു ബച്ചത് ലാം യോജന എന്നുള്ളത്. ഇത് എന്തുമായി അസോസിയേറ്റ് ചെയ്തതാണ്? നാഷണൽ മിഷൻ ഫോർ എൻഹാൻസ്ഡ് എനർജി എഫിഷ്യൻസിയുമായി അസോസിയേറ്റ് ചെയ്തിട്ടുള്ളതാണ്. 2015 ഈ ഒരു പദ്ധതി പുനർനാമകരണം ചെയ്തിട്ടുണ്ട്, റിപ്ലേസ് ചെയ്തു. എന്തായിട്ടാണ്? ഉന്നത് ജ്യോതി അഫോർഡബിൾ LED ഫോർ ഓൾ, ഉജാല എന്നുള്ള പേരിൽ. അതായത് ഉന്നത് ജ്യോതി അഫോർഡബിൾ LED ഫോർ ഓൾ എന്നുള്ളത് ഉജാല എന്ന പേരിലാണ് ഈ ഒരു സ്കീം റിപ്ലേസ് ചെയ്തിട്ടുള്ളത്. പിന്നീട് ഈ ഒരു സ്കീം വീണ്ടും റിപ്ലേസ്മെന്റ് നടത്തിയിട്ടുണ്ട്. എനർജി എഫിഷ്യൻസി സർവീസ് ലിമിറ്റഡ്, WSL എന്നുള്ളതാണ്. ഇത് പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ജോയിന്റ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. ഇത് കൂടാതെ സൂപ്പർ എഫിഷ്യന്റ് എക്വിപ്മെന്റ് പ്രോഗ്രാം വേൾഡ് ബാങ്കിന്റെ സഹായത്തോടു കൂടി നമ്മളുടെ MTEE അതായത് മാർക്കറ്റ് ട്രാൻസ്ഫോർമേഷൻ ഫോർ എനർജി എഫിഷ്യൻസിയുടെ കീഴിൽ വന്നിട്ടുണ്ട്. This scheme aimed at transfer of the assistance from the World Bank to the energy equipment manufacturers to enable them to produce the products that consume less electricity. വളരെ കുറച്ച് ഇലക്ട്രിസിറ്റി മാത്രം ഉപയോഗിക്കുന്ന പ്രൊഡക്റ്റുകൾ ഉൽപ്പാദിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു പദ്ധതിയാണ് സൂപ്പർ എഫിഷ്യന്റ് എക്വിപ്മെന്റ് പ്രോഗ്രാം എന്നുള്ളത്. ഇത് ഓർത്തു വെക്കുക. ഓൾസോ ഇതുമായി റിലേറ്റഡ് ആയി രൂപം കൊണ്ട മറ്റൊരു കമ്പണനാണ് ഫ്രെയിംവർക്ക് ഫോർ എനർജി എഫിഷ്യന്റ് എക്കണോമിക് ഡെവലപ്മെന്റ് എന്നുള്ളത് ഓർത്തു വെക്കുക. നെക്സ്റ്റ് ഈസ് നാഷണൽ മിഷൻ ഓൺ സസ്റ്റൈനബിൾ ഹാബിറ്റാറ്റ്. നമുക്കറിയാം പലതരത്തിലുള്ള ഹാബിറ്റാറ്റ് ഇന്ത്യയിൽ തന്നെ ഉണ്ട് അല്ലെ. അർബൻ ആയിട്ടുള്ളതുണ്ട്, അതേപോലെ തന്നെ റൂറൽ ഏരിയകളിലുണ്ട്.
ഇത്തരത്തിൽ സസ്റ്റൈനബിൾ ഹാബിറ്റാറ്റ് എന്ന് പറയുന്നത് നമ്മളുടെ ക്ലൈമറ്റ് ചേഞ്ച് റിലേറ്റഡ് ആയിട്ടുള്ള ഇന്ത്യൻ എഫേർട്ടിലെ ഒരു അംബ്രല്ല പ്രോഗ്രാം ആയിട്ടാണ്. ഹാബിറ്റാറ്റ് റിലേറ്റഡ് ആയി വരുന്ന ടു റെഡ്യൂസ് ദി എനർജി കൺസപ്ഷൻ ആൻഡ് ഹെൻസ് ദി റിസ്ക് ഓഫ് ക്ലൈമറ്റ് ചേഞ്ച് എന്നുള്ളതാണ്. അതായത് അർബൻ സെറ്റിൽമെന്റ് പാറ്റേണിൽ കൂടി പരമാവധി എനർജി കൺസപ്ഷൻ കുറയ്ക്കുകയും അതേപോലെ തന്നെ ക്ലൈമറ്റ് ചേഞ്ചിന് സഹായിക്കുന്ന തരത്തിൽ ഇലക്ട്രിസിറ്റി പ്രൊഡക്ഷനെ രൂപം കൊടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ് നാഷണൽ മിഷൻ ഓൺ സസ്റ്റൈനബിൾ ഹാബിറ്റാറ്റ് എന്നുള്ളത്. എല്ലാവരിലേക്കും വൈദ്യുതിയും മറ്റു കാര്യങ്ങളും എത്തുക, പക്ഷെ അത് പരമാവധി ലിമിറ്റഡ് ആയി ഉപയോഗിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ നാഷണൽ മിഷൻ ഓൺ സസ്റ്റൈനബിൾ ഹാബിറ്റാറ്റ് റിലേറ്റഡ് ആയിട്ടാണ് വരുന്നത് എന്ന് ഓർത്തു വെക്കണം. നെക്സ്റ്റ് വൺ ഈസ് നാഷണൽ വാട്ടർ മിഷൻ ആണ്. നാഷണൽ വാട്ടർ മിഷൻ ഈസ് എ കോംപ്രഹെൻസീവ് പ്രോഗ്രാം for equitable distribution of water across the country as well as for enhancing the capacity building process for the management of over exploited blocks. വാട്ടർ അതായത് ശുദ്ധജലം ഇന്ത്യയിലെമ്പാടുമുള്ള ജനങ്ങൾക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കോംപ്രഹെൻസീവ് പ്ലാൻ ആണ് നാഷണൽ വാട്ടർ മിഷൻ. അതേപോലെ തന്നെ വാട്ടർ യൂസേജ് വേസ്റ്റ് ആയി കളയാതെ ഇരിക്കുന്നതിനും വേണ്ടിയിട്ടുള്ള മിഷനാണ് നാഷണൽ വാട്ടർ മിഷൻ എന്ന് പറയുന്നത്. ഇതിന്റെ ഒരു മെയിൻ എയിം എന്ന് പറയുന്നത് 20% ഇംപ്രൂവ്മെന്റ് ഇൻ വാട്ടർ യൂസ് എഫിഷ്യൻസി എന്നുള്ളതാണ്. അതായത് വാട്ടർ ഫലപ്രദമായി ഉപയോഗിക്കുന്നതിന് 20% അതിന് ഇംപ്രൂവ്മെന്റ് കൂട്ടുക എന്നുള്ളതാണ്. ഇത്തരം പദ്ധതികളൊക്കെ നമ്മളുടെ തൊഴിലുറപ്പ് പദ്ധതി നടക്കുന്ന MGREGA റൂട്ട് വഴിയായിട്ടാണ് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. ഈ ഇംപ്ലിമെന്റേഷന്റെ ചുമതല എന്ന് പറയുന്നത് മിനിസ്ട്രി ഓഫ് ജൽ ശക്തിക്കാണ് എന്ന് കൂടി ഓർക്കുക. നെക്സ്റ്റ് മിഷൻ ഈസ് നാഷണൽ മിഷൻ ഓൺ സസ്റ്റൈനബിൾ ഹിമാലയൻ എക്കോസിസ്റ്റം. നമുക്കറിയാം ഹിമാലയം എന്നുള്ളത് നമ്മളുടെ പ്രത്യേകിച്ച് ഇന്ത്യയുടെ എക്കോസിസ്റ്റത്തിന്റെ ഭാഗമായിട്ടുള്ളതാണ്. പല ഇന്ത്യൻ റിവേഴ്സും ഒറിജിനേറ്റ് ചെയ്യുന്നത് ഹിമാലയൻ എക്കോസിസ്റ്റത്തിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ ഹിമാലയൻ എക്കോസിസ്റ്റത്തിൽ സംഭവിക്കുന്ന ഡിപ്ലേഷൻ ഇവിടുത്തെ ക്ലൈമറ്റ് ചേഞ്ചിനെ അഫക്റ്റ് ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ അവയെ കൺസർവ് ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഒരു മിഷൻ പ്ലാൻ ആയിട്ടാണ് വരുന്നത്. The adverse impact of climate change has remained determined to the Himalayan ecosystem, which provides a variety of ecosystem. To ensure the provision from the Himalayas, the mission has a multi-pronged approach to understand the impact of climate change on the Himalayan ecosystem for the sustainable development of other part of country. അപ്പോൾ ഹിമാലയൻ എക്കോസിസ്റ്റത്തിനെ കൺസർവ് ചെയ്യുന്നതിന് വേണ്ടി ഹിമാലയൻ ഹിമാലയത്തോട് റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റേറ്റുകളും അതേപോലെ തന്നെ മിനിസ്ട്രി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി, മിനിസ്ട്രി ഓഫ് എൻവയോൺമെന്റ്, ഫോറസ്റ്റ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച് തുടങ്ങിയവയൊക്കെയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഒരു മിഷനാണ് നാഷണൽ മിഷൻ ഓൺ സസ്റ്റൈനബിൾ ഹിമാലയൻ എക്കോസിസ്റ്റം എന്നുള്ളത്. 12th 5-year പ്ലാനിന്റെ ടൈമിലാണ് ഏതാണ്ട് 550 കോടികളോളം ഈ ഒരു നാഷണൽ മിഷന് വേണ്ടിയിട്ട് നമ്മൾ മുടക്കി പ്രവർത്തിച്ചിട്ടുണ്ട് എന്നും ഓർക്കാം. നെക്സ്റ്റ്, ഗ്രീൻ ഇന്ത്യ മിഷൻ. Green India Mission is aimed in protecting, restoring and enhancing India's green cover in response to the climate change. ഇന്ത്യയിൽ മൊത്തത്തിൽ സംഭവിക്കുന്ന കാലാവസ്ഥാ മാറ്റങ്ങൾക്കെതിരെ ഇന്ത്യയുടെ മൊത്തത്തിലുള്ള പച്ചപ്പിനെ, ഹരിതാഭയും പച്ചപ്പിനെയും ഒക്കെ സംരക്ഷിച്ചു നിർത്തുന്നതിന് വേണ്ടി രൂപം കൊടുത്തിട്ടുള്ള ഒരു നാഷണൽ മിഷനാണ് ഗ്രീൻ ഇന്ത്യ മിഷൻ എന്ന് പറയുന്നത്. The mission has a cumulative target of increasing forest cover on 5 million hectares of land while improving the forest cover of additional 5 hectares. അപ്പം ഇന്ത്യയുടെ ഫോറസ്റ്റ് റീജിയൻ പരിധി ലിമിറ്റ് കൂട്ടുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അതോടൊപ്പം തന്നെ ഫോറസ്റ്റ് ബേസ്ഡ് ആക്ടിവിറ്റികൾ ചെയ്യുന്ന 3 മില്യൺ ആളുകൾക്ക് വേണ്ടിയുള്ള ഒരു പുനരധിവാസം കൂടി നടത്തുക എന്നുള്ളത് ഗ്രീൻ ഇന്ത്യ മിഷന്റെ ഭാഗമായി വരുന്നുണ്ട്. ഇതൊരു 10-year പ്രൊപ്പോസ്ഡ് പ്ലാൻ ആണ്. This scheme also has an important goal of fulfilling India's nationally determined contribution targeting of sequestering 2.5 billion tons of carbon emission by 2022-2030, which is submitted to UNFCCC. UNFCCക്ക് സബ്മിറ്റ് ചെയ്യുന്ന
കാർബൺ എമിഷൻ റെഡ്യൂസ് ചെയ്യുക എന്നുള്ളത് 2020 to 2030 ആ ഒരു വർഷ കാലയളവിൽ നടക്കുന്ന 2.5 മില്യൺ ടൺസായി കാർബൺ എമിഷനെ കുറയ്ക്കുക എന്നുള്ള ഒരു പ്ലാൻ കൂടി ഗ്രീൻ ഇന്ത്യ മിഷന്റെ ഭാഗമായി വരുന്നുണ്ട് എന്ന് ഓർക്കുക. നെക്സ്റ്റ് ഈസ് നാഷണൽ മിഷൻ ഓൺ സസ്റ്റൈനബിൾ അഗ്രികൾച്ചർ NMSA. National Mission for Sustainable Agriculture includes multiple programs for the sustainable growth of agriculture sector. It includes intervention like soil health card scheme, Paramparagath Krishi Vikas Yojana, Mission Organic Value Chain Development for Northeast region, Rainfed Area Development Program, National Bamboo Mission, and Submission of Agroforestry, etc. From sustainable ഗ്രോത്ത് ഓഫ് അഗ്രികൾച്ചർ മെയിൻ എയിം ആയി കൊണ്ടുവന്നിട്ടുള്ള നാഷണൽ മിഷനാണ് നാഷണൽ മിഷൻ ഓൺ സസ്റ്റൈനബിൾ അഗ്രികൾച്ചർ. ഇന്ത്യയുടെ മൊത്തത്തിലുള്ള എക്കണോമിക് ഗ്രോത്ത് ഡിപ്പെൻഡ് ചെയ്യുന്നത് അഗ്രികൾച്ചറിനെ ആണ് എന്ന് നമുക്കറിയുന്നതാണ് അല്ലെ. ഇത്തരത്തിൽ അഗ്രികൾച്ചറിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ആ ഒരു ഡെവലപ്മെന്റിനെ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഈ നാഷണൽ മിഷൻ പ്ലാനിന്റെ ഭാഗമായി കുറേയധികം ഇന്റർവെൻഷൻസ് ഉണ്ട്. അവ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോയിൽ ഹെൽത്ത് കാർഡ് സ്കീം, പരമ്പരാഗത കൃഷി യോജന തുടങ്ങിയവയൊക്കെ. ഇത് കൂടാതെ പ്രധാനമന്ത്രി കൃഷി സിഞ്ചാൽ യോജന പദ്ധതി ഒക്കെ ഇതിന്റെ ഭാഗമായി വരുന്നുണ്ട്. പ്രധാനമന്ത്രി കൃഷി സിഞ്ചാൽ യോജന ആർ എയിമിംഗ് ടു പ്രൊമോട്ട് ജുഡീഷ്യസ് യൂസ് ഓഫ് നാച്ചുറൽ റിസോഴ്സ്. നാച്ചുറൽ റിസോഴ്സിനെ ജുഡീഷ്യൽ യൂസ് ഓഫർ ചെയ്യുന്നതാണ് പ്രധാനമന്ത്രി കൃഷി സിഞ്ചാൽ യോജന തുടങ്ങിയവയൊക്കെ. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നാഷണൽ മിഷൻ ഓൺ സസ്റ്റൈനബിൾ അഗ്രികൾച്ചറിന് 4 കമ്പണന്റ് ആയിട്ടാണ്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ള ഇന്റർവെൻഷൻസ് തന്നെയാണ്. റെയിൻഫെഡ് ഏരിയ ഡെവലപ്മെന്റ് പ്രോഗ്രാം, ഓൺ ഫാം വാട്ടർ മാനേജ്മെന്റ് പ്രോഗ്രാം, സോയിൽ ഹെൽത്ത് മാനേജ്മെന്റ് പ്രോഗ്രാം ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് സസ്റ്റൈനബിൾ അഗ്രികൾച്ചർ മോണിറ്ററിംഗ്, മോഡലിംഗ് ആൻഡ് നെറ്റ്വർക്കിംഗ് പ്രോഗ്രാം എന്നിങ്ങനെ 4 പദ്ധതികളിൽ കൂടിയാണ് നാഷണൽ മിഷൻ ഓൺ സസ്റ്റൈനബിൾ അഗ്രികൾച്ചർ ഓൺഗോയിങ് ആയിക്കൊണ്ടിരിക്കുന്നത് എന്ന് ഓർക്കുക. നെക്സ്റ്റ് ഈസ് നാഷണൽ മിഷൻ ഓൺ സ്ട്രാറ്റജിക് നോളജ് ഫോർ ക്ലൈമറ്റ് ചേഞ്ച്. ദിസ് മിഷൻ ഇൻവോൾവ്സ് formation of knowledge networks among the existing knowledge institutions involved in research and development relating to climate science and facilitating data sharing and exchange through a suitable policy framework and institutional support. Climate change related ആയിട്ടുള്ള നോളജ് ഡെവലപ്പ് ചെയ്യുകയും അതിനൊരു ഡാറ്റ ഷെയറിംഗ് ഫെസിലിറ്റി ഓഫർ ചെയ്യുകയും ചെയ്യുന്ന തരത്തിലുള്ള ഒരു പോളിസിയും അതിന്റെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ സപ്പോർട്ടും ഒക്കെ വേണ്ടി വരുന്ന ഒരു റിസർച്ച് വർക്കായിട്ടാണ് നാഷണൽ മിഷൻ ഓൺ സ്ട്രാറ്റജിക് നോളജ് ഫോർ ക്ലൈമറ്റ് ചേഞ്ച് ഓഫർ ചെയ്തിട്ടുള്ളത്. ഇത്രയും പദ്ധതികളാണ് NAPCCയുടെ ഭാഗമായി വന്നിട്ടുള്ളത്. പല റിപ്പോർട്ടുകളും ഈ ഒരു പദ്ധതി ഫലപ്രദമായി നടക്കുന്നില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് എങ്കിലും ആറ് മിനിസ്ട്രികളാണ് 8 മിഷന്റെ ഭാഗമായി പ്രവർത്തിക്കുന്നത്. അപ്പം 2008 മുതൽ 2018 വരെ പ്രൈം മിനിസ്റ്റർ 2008 മുതൽ 2014 വരെ മൻമോഹൻ സിംഗിന്റെ കീഴിലും അതേപോലെ തന്നെ അതിനുശേഷം നരേന്ദ്രമോദിയുടെ കീഴിലുമായിട്ടാണ് ഈ ഒരു പദ്ധതികളും മറ്റും ഓൺഗോയിങ് ആയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും NAPCCയുടെ ഫ്രെയിംവർക്ക് ഓൺഗോയിങ് ആയിട്ടുണ്ട് എന്നുള്ളത് ഓർക്കുക. നാഷണൽ സോളാർ മിഷനും മറ്റും വേൾഡ് വൈഡായി ഫേമസ് ആയിട്ടുള്ള ഒരു പ്ലാൻ ആയിരുന്നു നാഷണൽ സോളാർ മിഷന്റെ ഭാഗമായി ഉണ്ടായിട്ടുള്ളത്. അപ്പം ഇത്രയും കാര്യങ്ങൾ ഈ ഒരു അധ്യായവുമായി ബന്ധപ്പെട്ട് ഓർത്തു വെക്കുക. വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് NAPCC റിലേറ്റഡ് ആയിട്ടുള്ള, അതായത് ഇന്ത്യൻ എഫേർട്ട് ടു ക്ലൈമറ്റ് ചേഞ്ചിൽ വരുന്ന ഒരു ഇതാണ് NAPCC. വിശദമായി തന്നെ ഈ ഒരു അധ്യായം പഠിക്കാൻ ശ്രദ്ധിക്കുക. എല്ലാവർക്കും താങ്ക് യു.